ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, വളരെ ഉത്സാഹത്തോടു കൂടി തിരുനാവായയിലും തവനൂരുമായിട്ട് മഹാമാഘം അല്ലെങ്കിൽ മക മഹോത്സവം നടക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹയോഗവും ഒക്കെ ആവശ്യമുണ്ട്. പലരും ഈ കൂട്ടത്തിൽ പോയവരുണ്ട്, പലരും പോവാത്തവരുമുണ്ട്. പോവാത്തവരൊക്കെ ഒന്ന് പോയാൽ നല്ലതാണ്. ഭാരതപ്പുഴയുടെ ഇരു കരകളിലായിട്ട് വിശിഷ്ടങ്ങളായ പല ചടങ്ങുകളോടുകൂടി ഈ മേള നടക്കുകയാണ്. എല്ലാ ദിവസവും വിശിഷ്ടങ്ങളായ പല കർമ്മങ്ങളുമുണ്ട്. ഭക്തന്മാരുടെയും സജ്ജനങ്ങളുടെയും സന്യാസിമാരുടെയും പല മേഖലകളിലുള്ള ഉപാസകന്മാരുടെ ഒക്കെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പോയിട്ടുള്ളവർ സന്തോഷം, പോകാത്തവരൊന്ന് പോകണം എന്ന് പ്രത്യേകം പറയുകയാണ്. ഇവിടുന്ന് എന്നൊരു കുറച്ച് പേര് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാ 30 മറ്റോ ആണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ദൂരമുള്ളവരൊന്നും ഇവിടെ വന്നിട്ട് പോകണമെന്നില്ല, അവനവൻ്റെതായ നിലയ്ക്ക് പോവുക. ഇവിടെ നിന്ന് അടുത്തുള്ളവർക്ക് ഒന്നിച്ച് വേണ്ടിയാൽ പോയാൽ സുഖമാണ്. ഒന്നിച്ച് ആശ്രമത്തിൻ്റെ നിലയ്ക്ക് പോവുക. നമ്മുടെ വിവിധ ആശ്രമങ്ങളിൽ നിന്ന് ധാരാളം പേര് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. എന്നാലും ഇവിടുന്നും ഒരു സംഘടിച്ച് ശക്തരായി പോയാൽ നല്ലതാണ്. ഏതായാലും 3-ാം തീയതി വരെയാണ് ഉള്ളത്. മാഘമാസത്തിലെ മകം നക്ഷത്രം 3-ാം തീയതി വരുന്നു. അന്ന് സമാപിക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾ. ഇപ്പം അക്കരെ ഇക്കരെയായിട്ട് 2 എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സ്റ്റാളെന്നാണോ? അല്ല, സ്റ്റാളല്ല, 2 ഭാഗത്തും നടക്കുന്നുണ്ട്. അത് കൂടുതൽ ഭാരതപ്പുഴയുടെ ഇരു തീരത്തുമായിട്ട് അങ്ങനെ വിശാലമായി കുറേ പോയാൽ അതിനേക്കാൾ കേമായി. കുറച്ച് കൊല്ലങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ വരട്ടെ. 10 20 ഗ്രൂപ്പുകൾ, 40 ഗ്രൂപ്പുകൾ, ക്രമേണ 100 ഗ്രൂപ്പുകൾ, ക്രമേണ 1000 ഗ്രൂപ്പുകൾ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കേമായി. ഇപ്പം 2 ഗ്രൂപ്പേ ഉള്ളൂ. ധാരാളം ഉണ്ടാവട്ടെ. എല്ലാം ഒരു മേള. കുംഭമേളയിലൊക്കെ ആയിരക്കണക്കിന് ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആയിരക്കണക്കിന്. ഓരോന്നിനും അതിൻ്റെ വ്യതിരിക്ത ഭാവം ഉണ്ടാവും. എല്ലാം ചേർന്ന് ഒരു മേള എന്നുള്ള ഭാവം ഉണ്ടാവും. ഏതായാലും നല്ലൊരു തുടക്കമാണ്. മേളയുടെ അല്ല, മേള തുടങ്ങിയിട്ട് 10 കൊല്ലമായി. 2016 തുടങ്ങിയത്. 16 കഴിഞ്ഞാൽ 18, 19, 20, 21 ഇല്ല, 21, 22 ഇല്ല, കോവിഡ്. പിന്നെ 23, 24, 25 ഇത്രയും നടന്നു. ഇത് 26.
ഏതായാലും അതിനെപ്പറ്റി പറയുന്നു. വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ വിവിധ സമ്പ്രദായങ്ങളിലുള്ള ഉപാസനകളും വിവിധ കർമ്മങ്ങളും ഒക്കെ അവിടെ ചെറിയ നിലയ്ക്കാണെങ്കിലും ഇപ്രാവശ്യം സജ്ജീകൃതമായിട്ടുണ്ട്. തുടക്കമാണല്ലോ, ഇത്രയും വലിയൊരു വിപുലമായ മേള എന്നുള്ള രീതിയിൽ തുടക്കമാണ്. കൂടുതൽ കൂടുതൽ എല്ലാ പ്രാതിനിധ്യമായി മാറും ഭാവിയിൽ എന്നുള്ള സങ്കല്പത്തിൽ മുന്നോട്ട് പോവുക. അത് നമുക്കറിയില്ല, നമുക്ക് സങ്കല്പിക്കാമല്ലോ, അതിനിപ്പോൾ ജില്ലാനൊന്നും ചിലവില്ലല്ലോ അല്ലേ. ഏതായാലും നന്നായി. പിന്നെ ശിവരാത്രി ഫെബ്രുവരി 15 എല്ലാ വർഷവും ഉള്ളതുപോലെ നമുക്ക് വൈകിട്ട് സഹസ്രനാമ അർച്ചന വേണം. മാർച്ചിൽ 15 തീയതി മുതൽ 7 ദിവസമായിട്ട് കൊളത്തൂർ ക്ഷേത്രത്തിൽ വാർഷികോത്സവം വരുന്നുണ്ട്. 8-ാം ദിവസം അവിടെ കൊളത്തൂരിൽ തന്നെ പരദേവതാ ക്ഷേത്രത്തിൽ ഉത്സവം വരുന്നുണ്ട്. അടുത്ത ദിവസം ഗുരുവരാനന്ദ സ്വാമികളുടെ സമാധി വാർഷികം വരുന്നുണ്ട്. മാർച്ച് 28, 29 ഇവിടെ ക്ഷേത്രത്തിൽ വാർഷിക പൂജ വരുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ഭംഗിയായിട്ട് നടത്തുക, അതേ പറയുന്നുള്ളൂ. നമ്മുടെ വാർഷിക പ്രഭാഷണ പരമ്പര കോഴിക്കോട് നടന്നു. പൂർണ്ണ വിവരങ്ങളൊന്നും ഇപ്പോൾ പറയാൻ അറിയില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്ലസ് മൈനസ് ഒന്നും പറയാൻ അറിയില്ല. ഏതായാലും ജനപങ്കാളിത്തമൊക്കെ നന്നായി ഉണ്ടായി. ഒരു ദിവസം നല്ല മഴയുടെ ഒരു സാഹചര്യത്തിൽ കുറച്ച് പേര് കുറഞ്ഞു, ബാക്കി എല്ലാ ദിവസവും നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. മഴയുടെ സാഹചര്യത്തിൽ എന്ന് പറയാൻ കാരണം മഴ ചാറി പെയ്തു. 6 മണിക്ക് പ്രഭാഷണം തുടങ്ങണം, 6 മണിക്ക് മഴ നിന്നു, 8 മണിക്ക് പ്രഭാഷണം തീരണം, 8:05 വീണ്ടും തുടങ്ങി. 2 മണിക്കൂർ അല്പവും മഴയില്ലാതെ നിന്നു. പക്ഷേ ടൗൺ ആകുമ്പോൾ മഴയുടെ ഒരു സൂചന വന്നാൽ ആരും വരില്ല. എന്നാലും 800-ലധികം ആൾക്കാരുണ്ടായി എന്നുള്ളത് അത്ഭുതമാണ്. സാധാരണത്തെ പോലെ 1000 ചില്ലാനൊന്നും ഇല്ല, അന്ന് 1000-ത്തിനടുത്തുണ്ട്. അതൊരു അത്ഭുതമാണ്. ഹിന്ദു സമാജത്തിൽ വരുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ലക്ഷണങ്ങളാണിതൊക്കെ. ഈ പ്രാവശ്യം 60 കൊല്ലങ്ങൾക്ക് ശേഷം സർവ്വ അംഗങ്ങളോടും കൂടി തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം നടന്നു. സർവ്വ അംഗങ്ങളോടും കൂടി. ഏറ്റവും അധികം ശാഖകൾ പാരായണം ചെയ്യപ്പെട്ടു. 14ഓളം ശാഖകൾ പാരായണം നടന്നിട്ടുണ്ട്. ഋക്ക്, യജുസ്സും സാമവും അഥർവവും കൂടിയിട്ട്. അതിലുപരി 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും 6 ദർശനങ്ങളും വിവിധ ധർമ്മശാസ്ത്രങ്ങളും ശങ്കരഭാഷ്യവും എല്ലാം പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയൊരു, അതുപോലെ വളരെ ഭംഗിയായിട്ട് ജലജപം നടന്നു. ഇതെല്ലാം ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഒരു ഫലമുണ്ട്, ഒരു തരംഗമുണ്ട്. അത് നമ്മുടെ ധാർമ്മിക ഉന്നമനത്തിനായി തീരട്ടെ എന്ന് സങ്കല്പിക്കുക. ശരി, ഏതായാലും വേഗം ഭക്ഷണം കഴിച്ച് വേഗം ഒത്തുകൂടാം. ഓ